നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. ഒരു ആഴ്ചയിലായാലും മാർക്കറ്റിന്റെ ട്രെൻഡ് നമുക്ക് നോക്കാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, അതിന് പുറമെ തന്നെയായിട്ട് വേൾഡ് മാർക്കറ്റിന്റെ ടോട്ടൽ ട്രെൻഡ് നമുക്ക് നോക്കാവുന്നതാണ്. ഇത് വരും ആഴ്ചയിലെ സെറ്റപ്പ് ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാം വോളറ്റാലിറ്റിക്കാണ് സാധ്യത കാണുന്നത്. വോളറ്റൈൽ മൂവ്മെന്റ് ആണ് സാധ്യത കാണുന്നത്. ഇത് ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൗണ്ടത്തിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ബൈ ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന രീതി നടക്കാനുള്ള ഒരു സാധ്യത കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ഇങ്ങനത്തെ രീതിയിൽ മാനേജ് ചെയ്താലാണ് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ലൈവായിട്ട് ചാർട്ടിൽ നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ BTCയും വോളറ്റാലിറ്റിക്കാണ് സാധ്യത. സ്ട്രോങ് ബൈയിൽ നിലനിൽക്കുന്ന USD CAD ന്യൂട്രൽ ട്രെൻഡിലേക്ക് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതായത് സ്ട്രോങ് ബൈയിൽ നിന്ന് കൺസോൾട്ടേഷൻ ട്രെൻഡിലേക്ക് നിലനിർത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ സ്ട്രോങ് സെല്ല് നിലനിൽക്കുന്ന ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ, യൂറോ USD, GBP USD ഇതും കൺസോൾട്ടേഷൻ ട്രെൻഡിലേക്ക് നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് ന്യൂട്രൽ ലെവല് ട്രെൻഡ് സ്റ്റിൽ സെല്ല് തന്നെയാണ്. അതുപോലെ തന്നെ മീഡിയം സ്ട്രോങ്ങില് USD JPY, USD CHF, നാസ്ഡാക്ക്, US ഓയിൽ. US ഓയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ മീഡിയം സ്ട്രോങ് ട്രെൻഡിലേക്ക് കടന്നിട്ട് സൂചിപ്പിച്ചിരുന്നു. വോളറ്റൈലായിരുന്നു. ഗ്രാഫ് കാണിച്ചു തരാം. ഗ്രാഫ് കണ്ടാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഗ്രാഫ് നോക്കാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി മെയിൻ ആയിട്ട് ഗ്രാഫ് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഗ്രാഫാണ്. നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ഗ്രാഫാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ നിഫ്റ്റിയുടെ ഈ ഒരു മൂവ്മെന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, നിഫ്റ്റി ആക്ച്വലി നിലനിൽക്കുന്നത് ചിലപ്പോൾ ഒരു ട്രാപ്പ് മൂവ്മെന്റിന് സാധ്യതയുണ്ട്. ഈ ഒരു സോൺ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് ബെറ്റർ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു റേഞ്ചിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം ഇത് തൊട്ട് മുൻപത്തെ ഒരു യൂട്ടേണിന്റെ ഏരിയ ആണ്. യൂട്ടേണിന്റെ മുൻപ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് വരുന്നത്. ആ ഒരു ലെവലിലാണ് നിലനിൽക്കുന്നത്. പക്ഷെ ആ ഒരു ലെവലില് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒക്കെ ഒരു താഴെയാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറന്റ് ട്രെൻഡ് നെഗറ്റീവ് ആണ്. പക്ഷെ വോളറ്റാലിറ്റി എന്ന് പറയുന്നത് കാണിച്ചു തരാം. വോളറ്റൈൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഇൻ കേസ് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെയിലി ക്ലോസിംഗിൽ 23,730 മുകളിലേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്താൽ, ഇതിന്റെ മുകളിലേക്ക് നിഫ്റ്റി ഒന്ന് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് ഒരു മൊമെന്റം കാണുന്നുണ്ട്. ഇതും ഒരു ബൈ സെന്റിമെന്റിലല്ല, ഹയർ ലെവലിൽ 24,000 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുണ്ട്. 24,010, 24,050 ഈ റേഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ്. അതേപോലെ തന്നെ പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, 730 മുകളിൽ ക്ലോസിംഗ് നടത്തിയാലാണ് ഈ ഒരു മൊമെന്റത്തിന് സാധ്യത വരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിഫ്റ്റിയുടെ ഈ ഒരു കറന്റ് മൂവ്മെന്റ് വോളറ്റാലിറ്റിക്ക് ഒരു സാധ്യത എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ലെവലിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഈ ഒരു ലെവൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് അറിയില്ല. ഇൻ കേസ് നിഫ്റ്റിക്ക് 730 റെസിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ആയാലും ഈ 23,600 റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇതിന്റെ മുകളിലേക്കൊന്നും നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി ആവും വർക്ക് ആവുന്നത്. മുകളിലേക്ക് പോകും, 23,600 വരെ പോയി, അല്ലെങ്കിൽ 23,600 അടുത്തുനിന്ന് വീണ്ടും പുതിയ ലോ ക്രിയേറ്റ് ചെയ്യും. വീണ്ടും മുകളിലേക്ക് പോയാലും പുതിയ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് അടുത്തൊരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് മുകളിലേക്കുള്ള ഒരു മൊമെന്റത്തിന് സാധ്യത. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രാഡേ അനാലിസിസിൽ നമ്മൾ നടത്തിയിരുന്നു. നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്നതാണ്. അതായത് 23,850 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റി 23,850 മുകളിലേക്ക് ഇൻട്രാഡേ ലെവലിൽ ഒരു ചെറിയൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. നമ്മൾ ഇൻട്രാഡേ ലെവൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ കാണിക്കാം. ലോവർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതായത് ലോവർ ടൈം ഫ്രെയിമിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിലായാലും നിഫ്റ്റിയിൽ സംഭവിച്ചു നോക്കുക. ഒരു വലിയൊരു ഫാൾ വന്നിരിക്കുന്ന ഒരു സമയത്ത് അതിൽ നമ്മൾ നൽകിയിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടിന്റെ ആ ഒരു പവർ എപ്പോഴും മനസ്സിലാക്കുക. അതായത് 23,850 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. 23,850 മുകളിലേക്ക്
ഒരു ക്യാനൽ ക്ലോസ് ചെയ്യാതെ അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ പിന്നെ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. വളരെ എക്സാക്ട് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് കയറി പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ 23,950 950 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സപ്പോർട്ട് നൽകിയിരുന്നത്. ആ ഒരു സപ്പോർട്ടിൽ നിന്ന് തന്നെ നിഫ്റ്റി ബൗൺസ് ചെയ്തിരുന്നു, നല്ലൊരു ബൗൺസ് നടത്തിയിരുന്നു. 24,050 റെസിസ്റ്റൻസ് വരെ ആ ഒരു ബൗൺസ് നടത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ലെവൽ ഈ ഒരു ലെവലിലായിരുന്നു. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ലെവൽ ഏതാന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് മാർക്കറ്റിന്റെ ഒരു വോളറ്റൈൽ മാർക്കറ്റ് എന്താന്നുള്ളത് ജസ്റ്റ് അത് കാണിക്കാം. അപ്പൊ ഏകദേശം ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് അത് മനസ്സിലാകും. US ഓയിൽ നമുക്ക് നോക്കാം. ഇതാണ് US ഓയിലിന്റെ ഗ്രാഫ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞതിലും മുൻപത്തെ ആഴ്ചകളിലെല്ലാം വോളറ്റൈൽ മാർക്കറ്റ് ആണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഇതാണ് വോളറ്റൈൽ മാർക്കറ്റ്. ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെന്റം, ബോത്ത് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ്. ഇതാണ് വോളറ്റൈൽ മാർക്കറ്റ്. പക്ഷെ കഴിഞ്ഞ വീക്കിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു വോളറ്റൈൽ മാർക്കറ്റ് മാറി ബൈയിലേക്ക് കടന്നിട്ടുണ്ട്. അത് മീഡിയം ബൈയിലേക്ക് കടന്നു. മീഡിയം ബൈയിലേക്ക് കടന്നതിന് ശേഷം ഈ ഒരു ട്രെൻഡ്, വോളറ്റൈൽ മാർക്കറ്റ് എന്ന് പറയുന്ന ട്രെൻഡ് മാറി ആ ഒരു സെന്റിമെന്റിലാണ് ഇപ്പോൾ US ഓയിൽ നിലനിൽക്കുന്നത്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ട്രെൻഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ട്രെൻഡില് US ഓയിലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഓരോ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ ട്രേഡിംഗ് പ്ലാൻ നൽകുന്നത്. അതുപോലെ തന്നെ USD CAD നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈ സജഷൻ നടത്തിയിരുന്നതാണ്. ഇപ്പോഴും സ്റ്റിൽ ബൈ ട്രെൻഡിലാണ്, പക്ഷെ കൺസോൾട്ടേഷൻ ലെവലിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വരും ആഴ്ചയിലെല്ലാം ഇതൊരു ന്യൂട്രൽ ലെവലിൽ, കൺസോൾട്ടേഷൻ ലെവലിൽ നിലനിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വരും ആഴ്ചയിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റിയുടെ ഇൻട്രാഡേ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റിനെ ഇപ്പോഴത്തെ ഈ ഒരു കറന്റ് ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കറന്റ് ട്രെൻഡിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുന്നത് ഇൻട്രാഡേ ലെവലിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റ് ബോത്ത് സൈഡിലേക്ക് ഉള്ള ഒരു മൊമെന്റം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബോത്ത് സൈഡിലേക്കാണ് മൂവ്മെന്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൺ സൈഡ് ബൈ ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന ആ സിസ്റ്റം നടക്കില്ല. കാരണം മാർക്കറ്റ് കണ്ട സഡൻ ആയിട്ട് താഴത്തേക്ക് വരുന്നു, അതേപോലെ തന്നെ തിരിച്ചു കയറുന്നു, വീണ്ടും ഫാള് വരുന്നു. അപ്പൊ ഇവിടെ നമ്മളൊരു ബൈ എടുത്ത് പൊസിഷൻ, ഷോർട്ടിന്റെ പൊസിഷൻ എടുത്ത് ബൈ എടുത്ത് ഹോൾഡ്, വലിയൊരു ഫാൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, അതേപോലെ തന്നെ ബൗൺസ് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് മിസ്സായി പോകും. അതേപോലെ തന്നെ നമ്മൾ ബൈ എടുത്തതിന് ശേഷം ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നാൽ അതേപോലെ തന്നെ താഴത്തേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് പൊസിഷൻ ട്രേഡ് നമുക്ക് നടത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിലാണ് നമ്മൾ ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നിഫ്റ്റിനെയും നമുക്ക് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുന്നത്, ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ 23,460 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ 23,400 താഴെ, 23,400 താഴെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ്. ഈ ലെവലിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തിരിച്ച് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട് കവറിങ്ങിന് ഒരു സാധ്യത ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. ഇനി 23,360 ഇതാണ് ലോവർ ലെവൽ സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ടിന്റെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. ഇൻ കേസ് ഇതിന്റെ താഴത്തേക്ക് വന്നാലും തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസ് തൊട്ടടുത്ത് കാണുന്നുണ്ട്. അപ്പൊ ഈ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ള ബൈ മൊമെന്റം കിട്ടാനായിട്ട് ഈ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പോകണം. അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു റേഞ്ചിലാണ്. അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് 23,460 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിൽ ഇനി റെസിസ്റ്റൻസ് കാണുന്നത് 23,550, അതേപോലെ തന്നെ 23,600. ഇതാണ് ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസ് ഏരിയയിലാണ്. 550 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 600 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ അതിന്റെ മുകളിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ്ങിന് ഒരു സാധ്യതയുണ്ട്. ഇൻട്രാഡേയിൽ ഷോർട്ട് കവറിങ്ങിന് സാധ്യതയുണ്ട്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 23,710 റെസിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ 23,730 റേഞ്ച് റെസിസ്റ്റൻസ് ആണ്. 730 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇനി അടുത്ത റെസിസ്റ്റൻസ് 23,800 ആണ്.
എല്ലാ റെസിസ്റ്റൻസും പറയുന്നത് വരും ആഴ്ചകളിലായാലും ഈ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യും. ഇമ്പോർട്ടന്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഇൻ കേസ് മൺഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസങ്ങളിലായാലും ബൗൺസ് ചെയ്താലും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വർക്ക് ചെയ്യും. 23,920, 23,940 എന്ന് പറയുന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഹയർ ലെവലിലേക്ക് 24,010 ഈ ലെവൽ എത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ വീക്കോ നെക്സ്റ്റ് വീക്കോ 24,000 അടുത്ത് എത്തുമ്പോൾ 24,000, 24,050 എന്ന് പറയുന്ന റേഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ ആണ്. വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇൻ കേസ് മാർക്കറ്റ് ലോവർ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്താലും ഓരോ റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നും പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. പക്ഷെ അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു അപ്പ് മൊമെന്റത്തിനും ഒരു സാധ്യതയുണ്ട്. ലോവർ ലെവലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് 23,360 താഴെ 23,305 സപ്പോർട്ട് വരുന്നത്. 23,305 സപ്പോർട്ടാണ്. അപ്പൊ അതിനുശേഷം 23,260, 23,260 താഴെ സസ്റ്റെയിൻ ചെയ്താലും 260 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ 23,220 ഇതൊക്കെ ലോവർ ലെവലിലെ സപ്പോർട്ടാണ്. ലോവർ ലെവൽ ഈ ഒരു ലെവലിലൊക്കെ മാനേജ് ചെയ്യേണ്ടത്. ഇനി കേസ് താഴത്തേക്ക് വന്നാൽ അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡ ലെവലിൽ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ വരും ആഴ്ചകളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു താഴെ ഉള്ള ലെവലുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം നിഫ്റ്റിക്ക് ഇനി 23,260, 360 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാലാണ് ക്ലോസിംഗ് ബേസിസിൽ 23,360. കാരണം ഇതൊരു ട്രാപ്പ് സോൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 360 താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാലാണ് ലോവർ ലെവലിലെ സപ്പോർട്ടുകൾ ഇനി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റി എക്സ്പെക്ട് ചെയ്യണം. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫിൻനിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഫിൻനിഫ്റ്റിയുടെ സിറ്റുവേഷൻ 23,000, 2300, 23,000 ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തേണ്ട സപ്പോർട്ടാണ്. അതേപോലെ തന്നെ 23,550 ലോവർ ലെവല് നല്ല സപ്പോർട്ടാണ്. ഇനി അതിന്റെ താഴത്തേക്ക് 22,550 അതിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാലാണ് അടുത്തൊരു സപ്പോർട്ട് ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത വരുന്നത്. അതായത് 23,140, 22,140. അതേപോലെ തന്നെ ഫിൻനിഫ്റ്റിയിലായാലും ഈ റെസിസ്റ്റൻസ് 23,000 റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് നിലനിർത്തേണ്ട റെസിസ്റ്റൻസ് 23,270, 23,275. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ 23,900 അടുത്താണ്. 23,900 അടുത്തൊക്കെ കിട്ടുകയാണെങ്കിൽ ഷോർട്ട്സിന്റെ പൊസിഷൻ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോവർ ലെവലിൽ ഷോർട്ട്സിന്റെ പൊസിഷൻ ആഡ് ചെയ്യുന്നത് ഹൈലി റിസ്കി ആണ്. ഇൻട്രാഡ ലെവലിൽ മാനേജ് ചെയ്യാവുന്നതാണ്. ഇൻട്രാഡ ലെവൽ ഈസി ആയിട്ട് സപ്പോർട്ടിന്റെ താഴെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും ഇത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളിലായാലും അതായത് 48,888 ഇതിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ലെവലിൽ നിലനിർത്തിയാലും ബാങ്ക് നിഫ്റ്റിക്ക് വോളറ്റാലിറ്റിക്ക് സാധ്യതയുണ്ട്. വോളറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 50,000 അടുത്ത് വരെ ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. 50,000 ആണ് പിന്നെ റെസിസ്റ്റൻസ്. പിന്നെ 50,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് മുകളിലേക്ക് ഒരു സാധ്യത വരുന്നത്. 50,000, 50,300 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ വീക്ക്നെസ് ആണ്. കാരണം സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോഴും നിലനിൽക്കുന്നതും സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്. പക്ഷെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് മൊമെന്റത്തിന് ഒരു സാധ്യത കാണുന്നുള്ളൂ. ലോവർ ലെവല് 48,250 സ്ട്രോങ് സപ്പോർട്ടാണ്. ഇനി 48,250 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് കൂടുതൽ ലെവലുകൾ അടിയിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തിയ 47,400 അടുത്താണ് പിന്നെ സപ്പോർട്ട് വരുന്നത്. ആ ലെവലിന്റെ അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പക്ഷെ ഈ അടുത്ത റെസിസ്റ്റൻസ് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത വോളറ്റാലിറ്റിക്ക് സാധ്യതയുണ്ട്. അടുത്ത റെസിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യും. പക്ഷെ അതിനുശേഷം റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകാവുന്നതാണ്.
ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു പൊസിഷൻ വ്യൂവിൽ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫോളോ ചെയ്യുക. ഫിൻ നിഫ്റ്റി ആയാലും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫോളോ ചെയ്യുക. ഇത് നിഫ്റ്റിയുടെ ഇൻട്രാഡേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. 5 മിനിറ്റിൽ മാനേജ് ചെയ്യാവുന്നതാണ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റിനെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരും ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്